Hello everyone, welcome back to another episode of Project Ucode. എല്ലാവരും ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഫോർ ലൂപ്പാണ് കവർ ചെയ്തത് മെയിനായിട്ട്. ആൻഡ് ഫോർ ലൂപ്പ് ഒരു എൻട്രി കൺട്രോൾ ലൂപ്പാണ്. എങ്ങനെയാണ് ഫോർ ലൂപ്പിന്റെ വർക്കിംഗ് എന്നുള്ളതെല്ലാം ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ എപ്പിസോഡിൽ വി ആർ ഗോയിങ് ടു കവർ the first thing that we are going to cover is while loop. While loop ആണ് നമ്മൾ cover ചെയ്യാൻ. Okay, so without wasting any time, let's go ahead and open the project and let me go ahead and create a C# script. Let me name it proto. Done? Yes. So let me go ahead and open the script. Script ഞാൻ open ചെയ്യട്ടെ. ഇതിനകത്ത് നമ്മൾ while loop ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. Okay, so again, ഏതൊരു ലൂപ്പിനും വേണ്ട മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഒരു എൻഡിങ് പോയിന്റ്, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എൻഡിങ് പോയിന്റിലേക്ക് എത്താനുള്ള ഒരു വഴി. ഓക്കെ, സോ ഞാൻ ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓൾറെഡി കൊടുക്കാൻ പോവാണ്. ലെറ്റ്സ് സേ int I is equal to 5. ഞാൻ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ ഓൾറെഡി കൊടുക്കും. Now എനിക്ക് എന്റെ പേര് നേരത്തെ പോലെ തന്നെ എന്റെ പേര് I want to print it 5 times. 5 times എന്റെ പേര് പ്രിന്റ് ചെയ്യാം. Let's try this. This is the format. While. Simple. While. ഇവിടെ സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ എന്താണ്? I is equal to 5. 5 എന്നാണ് തുടങ്ങുന്നത്. 5 തുടങ്ങി 5 പ്രാവശ്യം പ്രിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 5 പ്രിന്റ് ചെയ്യണം, 4 പ്രിന്റ് ചെയ്യണം, 3, 2, 1. സോ 0 ആയി കാട്ടിലും ഇല്ല. റൈറ്റ്? While I is greater than 0. അല്ല എന്നുണ്ടെങ്കിൽ you can write it in another way also. മറ്റേതിനകത്ത് എന്തായിരുന്നു? ഫോർ ലൂപ്പിനകത്ത് I less than 100. അത് നമുക്ക് എങ്ങനെ എഴുതായിരുന്നു? I less than equal to 99 എഴുതിയായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ I greater than 0 എന്നുള്ളതിന് പകരം I greater than or equal to 1 അങ്ങനെ എഴുതിയാലും 1 വരെ തന്നെ പോകും. ഫൈൻ. ഇനി ഇതിനകത്ത് എന്ത് നടക്കണം? എന്താണ് നടക്കേണ്ടത്? എന്റെ പേര് പ്രിന്റ് ചെയ്യാന്നുള്ളതായിരുന്നു ടാസ്ക്. സോ let me go ahead and print my name, semicolon, and now starting conditionിലേക്ക് ലാസ്റ്റ് കണ്ടീഷനിലേക്ക് എത്താനുള്ള വഴി. Here we are going to use a decrement operator. അവിടെ ഇൻക്രിമെന്റ് ആയിരുന്നു യൂസ് ചെയ്തത്, ഇവിടെ ഡിക്രിമെന്റ് ആണ്. കാരണം അവിടെ നമ്മൾ തുടങ്ങിയത് 0 ആയിരുന്നു. 0 തുടങ്ങിയിട്ടായിരുന്നു 99 വരെ പോകേണ്ടത്. അവിടെ ആക്ച്വലി നമ്മൾ 99 തുടങ്ങിയായിരുന്നെങ്കിലോ 0 വരെയായിരുന്നു പോകേണ്ടത്. സോ അപ്പൊ നമ്മൾ അവിടെയും ഡിക്രിമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തത്. ഇവിടെ നമ്മൾ തുടങ്ങുന്നത് 5 എന്നാണ്, നമുക്ക് 0 വരെയാണ് പോകുന്നത്. സോ വി ആർ ഗോയിങ് ടു യൂസ് എ ഡിക്രിമെന്റ് ഓപ്പറേറ്റർ while I minus. Now let's go ahead and print it. Okay, let me close this. Let me go ahead and add it to the cube. I've already added it, but let me just go ahead and remove and add it once again, just in case. I've added it, right? Now I'm going to click Control P. And let's see how many times. 1, 2, 3, 4, 5. Exactly 5 times. Again, while loop is also an entry controlled loop. For loop പോലെ തന്നെ while loop entry controlled. ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. Right? Here, loop starts at while I greater than equal to 1. ഐയുടെ വാല്യൂ ഇപ്പൊ എത്രയാ? 5 ആണ് നമ്മൾ സ്റ്റാർട്ടിംഗ് കൊടുത്തത്. സോ 5 greater than equal to 1 ശരിയാണ്. സോ ഇറ്റ് വിൽ ഗോ ഇൻസൈഡ് print debug.log and then do a decrement I minus 1. അപ്പൊ I എത്രയായി? 4 ആയി. Then again the condition is checked. I greater than equal to 1. 4 greater than equal to 1 ശരിയാണ്. Again this is executed. I minus 1. Again it will go back. 3. Again it will go back. 2. Again it will go back. 1. Again I minus 1 will print out I minus. Now it is 0. Again it will go back. 0 greater than equal to 1. That condition is false. So it will exit. Clear? Now, is the for loop in the same function than? Do you think there is any difference? Any difference or not? Most people don't know the difference. വൈലും ഫോറും രണ്ടും ഒരുപോലെ തന്നെയാണ്. രണ്ടിന്റെ എക്സിക്യൂഷൻ ഏകദേശം ഒരുപോലെ. പിന്നെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഐ ടെൽ യു. ഓക്കെ, ഫോർ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇസ് when we know the exact number of iterations അല്ലെങ്കിൽ exact number iterations എന്ന് പറയുന്നത് ഈ പ്ലസ് പ്ലസ് ആകത്തില്ലേ എത്ര പ്രാവശ്യം നോക്കാം
സോ എത്ര പ്രാവശ്യം എന്നുള്ളത് എക്സാക്ട് ആയിട്ട് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. അതായത് 0 തൊട്ട് 99 വരെ ആ കേസിൽ നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. വൈൽ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ആക്ച്വലി എത്ര പ്രാവശ്യം എന്ന് അറിയത്തില്ല, എത്ര പ്രാവശ്യം ചെയ്യണം എന്നുള്ളത് അറിയത്തില്ല. അത് വേറെ എന്തെങ്കിലും കണ്ടീഷനെ ബേസ് ചെയ്തായിരിക്കും. ഫോർ എക്സാമ്പിൾ, while temperature is greater than 24 degree, while temperature is greater than 24 degree, AC should be high. എപ്പോഴൊക്കെ ഇത് ഹൈ ആയിരിക്കണം എന്നെങ്കിലും ഊഹമുണ്ടോ? ഇല്ല. എപ്പോഴാണ് ഇത് 24 താഴെ പോകുന്നത് പറയാൻ പറ്റുമോ? ഇല്ല. യു ഹാവ് നോ ഐഡിയ. എപ്പോഴാണോ എ സിയുടെ കണ്ടീഷൻ ടെമ്പറേച്ചർ 24 താഴെ പോകുന്നത് അപ്പൊ എ സി കുറച്ചാൽ മതി, അല്ലെങ്കിൽ എ സി ഹൈ ആയിട്ട് തന്നെ ഇരിക്കും. സോ യു ഹാവ് നോ ഐഡിയ എത്ര കണ്ടീഷൻ അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ഇത് ചെയ്യണം, എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം നമുക്കൊരു ഐഡിയ ഇല്ല. അതേസമയം ഫോർ ലൂപ്പിലാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഐഡിയ ഉണ്ട്. ഇത് 100 പ്രാവശ്യം ചെയ്യണം, അല്ലെങ്കിൽ ഇത് 200 പ്രാവശ്യം ചെയ്യണം, അല്ലെങ്കിൽ ഇത് 500 പ്രാവശ്യം ചെയ്യണം. കണ്ടീഷൻ, റൈറ്റ്? സോ while അത് we don't know. While is always dependent. While ഇംഗ്ലീഷിലെ while it is raining എന്നൊക്കെ പറയുന്ന പോലെ while is dependent on something else. അതിന്റെ ഒരു ചേഞ്ചിനനുസരിച്ച് ഇവിടെ ഒരു കാര്യം നടക്കണം, റിപ്പീറ്റഡ് ആയിട്ട് നടക്കണം, റൈറ്റ്? അപ്പൊ ഇപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? ടെമ്പറേച്ചർ 24 ആയിരിക്കുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ അതിന്റെ മുകളിലായിരിക്കുന്നിടത്തോളം കാലം എ സി ഹൈ ആയിക്കൊണ്ടിരിക്കുക. ഞാൻ അറിയാണ്ട് ലോയർ വീണ്ടും ഹൈ ആക്കും, ലോയർ ഹൈ ആക്കും, ഹൈ ആക്കിക്കൊണ്ടേയിരിക്കും. ഗെറ്റിംഗ് മൈ പോയിന്റ്? എപ്പോ അത് 24 താഴെ പോകുന്നു അപ്പൊ അത് ലോ. ഇത് എത്ര പ്രാവശ്യം ആക്കണം എന്നുള്ളതിന് ഒരു ഫിക്സഡ് റേഷ്യോ ഇല്ല, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഇതില്ല. ആ കേസിലാണ് നമ്മൾ വൈൽ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് മൈ പോയിന്റ്. ആൻഡ് അഗൈൻ, വൈൽ ലൂപ്പ് ഇസ് ഓൾസോ ആൻ എൻട്രി കൺട്രോൾ ലൂപ്പ്. അകത്ത് കയറി ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. അത് ശരിയാണെങ്കിൽ മാത്രമേ അകത്ത് കയറൂ, റൈറ്റ്? ഗ്രേറ്റ്. നൗ we are going to go and see what is a do while loop. For loop കഴിഞ്ഞു, while loop കഴിഞ്ഞു. Now we are going to see what is a do while loop. So do while loop inathu, let me go ahead and change this. Actually, let me go ahead and delete the end. Then we'll start. Do എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഇതിനകത്ത് കൊടുക്കും, റൈറ്റ്? ടാസ്ക് എന്താണ്? ഇപ്പൊ എന്റെ പേര് പ്രിന്റ് ചെയ്യാന്നുള്ളതായിരുന്നു നമ്മുടെ ടാസ്ക്. debug.log, that is a task done. ഇതാണ് ചെയ്യേണ്ടത്. ആൻഡ് ഇത് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? ഡിക്രിമെന്റ് ചെയ്യാൻ വേണം. i5 എന്നാണ് തുടങ്ങുന്നത്. Now while I is greater than 0 അല്ലെങ്കിൽ I is greater than equal to 1. I'm giving greater than 0. Right? Let's see the function. ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. Right? It's saved. Let me load. It is exactly printed 5 times. Again, there is no difference. ഇങ്ങനെ കാണുമ്പോൾ there is no difference. But I'll tell you, I'll show you what is the difference in do while. But do while നാത്ത്, let us say ഞാൻ കൊടുക്കാൻ പോകുന്ന കണ്ടീഷൻ ഒരിക്കലും ശരിയാവാറില്ല. ഓക്കെ, ഞാൻ 0 എന്ന് തന്നെയാണ് തുടങ്ങുന്നത്. കണ്ടീഷൻ ഇസ് ഐ ഗ്രേറ്റർ ദാൻ 0 അല്ലെ? ഐ ഗ്രേറ്റർ ദാൻ 0 ആണ് കണ്ടീഷൻ. ഒരു പ്രാവശ്യമെങ്കിലും വർക്ക് ചെയ്യുമോ? ആ കണ്ടീഷൻ ഒരിക്കലും ശരിയല്ല. ഐ എപ്പോഴെങ്കിലും 0 ഗ്രേറ്റർ ഇല്ല. ഐ തുടങ്ങുന്നത് 0 എന്നാണ്. ഐ ഒരിക്കലും 0 ഗ്രേറ്റർ ആവത്തില്ല. സോ ഐഡിയലി ഇറ്റ് ഷുഡന്റ് വർക്ക്, റൈറ്റ്? ഒരു പ്രാവശ്യം പോലും പ്രിന്റ് ചെയ്യത്തില്ല. ബട്ട് പ്രിന്റ് ചെയ്യാൻ പാടില്ല. ബട്ട് ബിക്കോസ് ഇറ്റ് ഇസ് ഡു വൈൽ, it is going to print it at least once. കണ്ടോ? ഒരു പ്രാവശ്യം പ്രിന്റ് ആയി. Why? Because it is do while, and do while is an exit control loop. ഇതുവരെയുള്ള എല്ലാ ലൂപ്സും എൻട്രി കൺട്രോൾ ലൂപ്സ് ആണ്. ബട്ട് do while is an exit control loop. അതായത് മറ്റേതിനകത്തെല്ലാം കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടാണ് അകത്ത് കയറി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനകത്ത് ആദ്യമേ debug.log എക്സിക്യൂട്ട് ചെയ്തു, അതിനുശേഷം ഡിക്രിമെന്റ് ചെയ്തു, അതിനുശേഷമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. സോ ഒരു പ്രാവശ്യം ഓൾറെഡി ഇത് എന്തായി? എക്സിക്യൂട്ട് ആയി. ഇത് നിങ്ങൾ റിയൽ ലൈഫിൽ എവിടെയായിരിക്കും യൂസ് ചെയ്യുക? ഒരു സിനേരിയോ ഒന്ന് ആലോചിച്ച് നോക്കിയിരിക്കും.
somewhere നിങ്ങൾ കളിച്ച ഗെയിംസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനേറിയോ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. I'll give you an example. Imagine you are playing caroms, right? Caroms 4 പേരിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക. ഓരോരുത്തർക്കും എങ്ങനെ വന്നാലും ഒരു ചാൻസ് വേണമല്ലോ. Let's say I am playing, someone else is playing with me, right? എന്റെ കയ്യിലാണ് സ്ട്രൈക്കർ. I have one chance, right? ഇതിന് ശേഷം വീണ്ടും ഒരു ചാൻസ് ഉണ്ടോ എന്ന് എങ്ങനെയാണ് നോക്കുന്നത്? ഇഫ് കോയിൻ വീണിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് ഒരു ചാൻസ് കിട്ടും, ബൈ ഡിഫോൾട്ട് ഒരു പ്രാവശ്യം ഉണ്ടാവും. ബട്ട് അതിനുശേഷം വീണ്ടും ചാൻസ് കിട്ടണമെങ്കിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വെദർ എ കോയിൻ ഹാസ് ഫോൾഡ്. ഇവിടെ അതിനുശേഷം വീണ്ടും അത് പ്രിന്റ് ആവണമെന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ ഷുഡ് ബി. ദാറ്റ് ഈസ് വേർ വി യൂസ് ഡു വൈൽ. അങ്ങനത്തെ കേസസിലാണ് നമ്മൾ ഡു വൈൽ യൂസ് ചെയ്യുന്നത്. സോ ഡു വൈൽ ഈസ് an exit control. So we have covered all the loops. Loops are of 2 types: entry control and exit control. Entry control loops are for loop and while loop. For loop is used when we know the exact number of iterations. എത്ര പ്രാവശ്യം വർക്ക് ചെയ്യണമെന്ന് കറക്റ്റ് ആയിട്ട് അറിയുമ്പോഴാണ് നമ്മൾ for loop യൂസ് ചെയ്യുന്നത്. While loop is used when we don't know how many number of iterations. It is supposed to be based on some other thing. വേറെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ശരിയാകുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംഭവം ട്രൂ ആവുമ്പോൾ അല്ലെങ്കിൽ ഫോൾസ് ആവുമ്പോഴാണ് വർക്ക് ചെയ്യുന്ന സാധനം വൈൽ ലൂപ്പ് യൂസ്. Then we have exit control. Exit control loop is do while. Do while യൂസ് ചെയ്ത് എന്താണ് ഗുണം? ബൈ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് ഒരു പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ എന്താണോ വർക്ക് ചെയ്യേണ്ടത് ഒരു പ്രാവശ്യമെങ്കിലും വർക്ക് ചെയ്തിരിക്കും. അതിനുശേഷം കണ്ടീഷൻ ശരിയാണെങ്കിൽ അത് വേണം. So this is all about loops. Fine. So I think we have covered almost all the basics. Kore basics ഒക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. And I think this is enough. നമുക്ക് ജസ്റ്റ് ഒരു ചെറിയ ഗെയിം ഉണ്ടാക്കി നോക്കാനായിട്ട് ഇത് മതി എന്ന് നമ്മൾ this is what I expect, right? So I think this is enough. So we have covered in the entire series, we have covered a lot of basics of Unity, basics of programming. So please make good use of this. ഇത് നിങ്ങൾ നല്ലതായിട്ട് യൂസ് ചെയ്യുക, ഇത് നിങ്ങൾ നല്ലതായിട്ട് പഠിക്കുക, നല്ലതായിട്ട് ചെയ്തു നോക്കുക. So this is me signing off from the first series of Project Ucode. So we'll see you again. I don't know when, but very soon we'll see you again. So thank you very much, and please do like, share, and subscribe, and comment on it if you have any doubts or anything. If you need any clarification, please do use comments. We'll reply to you as soon as possible. Thank you very much, and this is me signing. Bye.